ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ലടാ ഇന്ന് 5 ഇന്ത്യ 8 ഇന്ത്യ വാങ്ങാൻ വേണ്ടി ഇറങ്ങുന്നു. ഇത് എന്റെ മോക്ക് വേണ്ടിട്ട് സ്നേഹത്തോടെ ഞാൻ കൊടുക്കുന്നു. ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് എന്നൊക്കെ തന്നിട്ട് ഇതെല്ലാം മേടിച്ചിട്ട് സൈഡിൽ പോയിട്ട് ഓറ് ശരിക്കും പേടിക്കണ്ടെങ്കിൽ തവള തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് തവളക്കായിട്ട് തപ്പി നടക്കുന്നുണ്ട്. ഇപ്പം കിട്ടിയത് വേറെ എന്തെല്ലോ ആണ് ഓന്തും അല്ല എന്നാ കിട്ടിയത് ചെലന്തീനെ കിട്ടിയല്ലേ. തവള കിട്ടിയാലേ പേടിക്കുമെന്ന് പറഞ്ഞിട്ട് സ്നേഹനിധിയായ ഭർത്താവിന്റെ കരയിപ്പിക്കല്ലേ ഇപ്രാവശ്യം ചിരിപ്പിക്കാന്ന് വിചാരിച്ചു. ചിരിപ്പിക്കല്ല പേടിപ്പിക്കും. അല്ലടാ ഇന്ന് 5 ഇന്ത്യ 8 ഇന്ത്യ ആരെയാന്ന് പറഞ്ഞാല് ഇത്രയും കാലം കരയിപ്പിക്കല്ലേ. ഇപ്രാവശ്യം ഞാൻ വെറൈറ്റി പിടിക്കലാണ്. നിങ്ങൾ ഞെട്ടും. സൈസെല്ലാം ഇട്ട് നോക്കിയിട്ടേ വാങ്ങും ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട് അല്ലേ. നീ കൊടുക്കേണ്ട സാധനമെല്ലാം വാങ്ങി ലാസ്റ്റ് മെയിനായിട്ട് വേണ്ട കേക്ക് വാങ്ങാൻ വിട്ടുപോയി. അതും വരുമ്പോ ഞാൻ ഓർമ്മിപ്പിച്ചോണ്ട് വാങ്ങാൻ വേണ്ടി ഇറങ്ങുന്നു. ഇത് എന്റെ മോക്ക് വേണ്ടിട്ട് സ്നേഹത്തോടെ ഞാൻ കൊടുക്കുന്നു. ഒരു മിനിറ്റ് ഡിയർ ലാം എന്നാ മൈ സോൾ സോൾ വേണ രേഷ്മേന്ന് മതി എന്നാ കൊടുത്തു ഇഷ്ടമുള്ള അങ്ങോട്ട് ഡിയറിനെഴുതി ഡിയറിനെഴുതുന്നുണ്ടേ. ചെറുങ്ങനെ രേഷു വേണോ വേണ്ട. ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റ് എന്നൊക്കെ തന്നിട്ട് അപ്പോൾ ഇത് ഇതിനകത്ത് കവറിലെല്ലാം ഇട്ടിട്ട് കൊടുക്കും. കവർ വന്നിരിക്കില്ലാത്തതുകൊണ്ട് കവർ എൻ്റെ എന്നോട് ഇടാനാണ് പറഞ്ഞത്. ഞാനതെല്ലാം ഏകദേശം പാക്ക് ചെയ്തിട്ട് വെച്ചിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. തിളങ്ങുന്നുണ്ട് കേട്ടോ. എത്ര പവനാണ് ഇത്? സൈഡൊക്കെ സെലക്ട് ചെയ്തല്ലേ. നമുക്ക് സർപ്രൈസ് ഇവർക്ക് സർപ്രൈസ് കൊടുക്കണം അല്ലേ. അത് ഇവർക്ക് കാണിച്ചു കൊടുക്കാം. ഞാൻ ഇതുമായിട്ട് യാതൊരു ബന്ധുവില്ലാത്ത ഒരാളാണ്. ഇതെല്ലാം സംഗീതാട്ടൻ്റെ മാത്രം പ്ലാനാട്ടോ. ഇത് ലാസ്റ്റ് എന്തെങ്കിലും ആയിരുന്നു എന്നെ പറയരുത്. പാവം ഇതിലിടുമ്പോ എന്തെങ്കിലും ഉണ്ടാവും. നല്ല കോമഡി. ഇതിന്റെ മുകളിലൊരു ജ്വല്ലറി വേറെ, ഇതിന്റെ മുകളിലുള്ളത് വേറെ. ബോക്സ് ഇപ്പൊ തപ്പി കിട്ടിയതാ. ഇന്റലിജന്റ് ആണ് എന്തായിരുന്നു കണ്ടുപിടിക്കും. നോക്കാം നമുക്ക്. അതൊക്കെ പറയോ അത് പറയാ. ഞാൻ ബർത്ത്ഡേ മറന്നുപോയി. ഞാൻ മല്യ പറയുന്ന ഓളുടെ അകത്ത് എനിക്ക് മറന്നുപോയി. എൻ്റെ വിഷമം തീർക്കാൻ ഞാൻ പോയിട്ട് ഒരു ഗിഫ്റ്റ് എല്ലാം വാങ്ങി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഓൾ അടുക്കളയിലുണ്ട്. ഞാൻ ഓള് കേൾക്കുന്നുണ്ടാവില്ല. ഇനിയിപ്പോ ഹാപ്പി ബർത്ത്ഡേ. രാവിലെ ഞാൻ പറയാൻ മറന്നുപോയാല് ഭയങ്കര ഞാൻ മറന്നോന്നല്ല. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേക്ക് ഇവിടെ വിഷ് ചെയ്തിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പറയണത്. ഇനി അങ്ങനെ ഞാൻ പറയാൻ സത്യം പറഞ്ഞാല് ചെറിയ രീതിയിൽ ഞാൻ മറന്നുപോയി. പക്ഷെ ആ സങ്കടങ്ങള് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ മോളോട് ഞാൻ ഒച്ചത്തിന് ഹാപ്പി ബർത്ത്ഡേ പറയാൻ പോക്കാൻ വീഴുന്നു. എന്റെ ഈ നാട്ടുകാരും വീട്ടുകാരും കേക്കെ പാകത്തിന് ഇനി ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് വേറെ വകുപ്പാൻ്റെ അടുത്തില്ലാണ്ട് വേറൊരു ഓപ്ഷനാണ് പോയി സ്നേഹത്തോട് കൂടിയിട്ട്. വില കൂടിയാലും സാറില്ല. ഇന്നത്തെ ദിവസം എനിക്കാണിത് മേടിച്ചില്ലെങ്കിൽ ഇതെന്റെ സങ്കടം മാറ്റാൻ ചെയ്യുന്നതാണ്. കാരണം ഇനി ഇത് പറ്റിക്കലും കൂടിയാക്കി ഞാൻ പോക്കാന്ന് ഞാൻ പറഞ്ഞ ഇത് ഞാൻ പിടിക്ക്. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്റെ മുമ്പിൽ തന്നെ ഇട്ടിട്ട് കാണിച്ചു കൊടുക്കുക. ഇനി അല്ലെങ്കിൽ ഇവരും കൂടി പറയും ഞാൻ പറ്റിച്ചാന്ന് പറയും. ഞാൻ പേടിച്ചിട്ടൊന്നുമില്ലല്ലോ. ചാടിയിട്ടില്ലല്ലോ. ഇതെന്നാ പറഞ്ഞത്. ഇവരുടെ എന്ത് ചെയ്യുമ്പോ പ്രൂഫ് വേണം. ഇതാ
ഞാൻ പേടിച്ചിട്ടൊന്നുമില്ലല്ലോ. ആ വീഡിയോ റിപ്പീറ്റ് ആയിട്ട് ഒന്നുകൂടി കാണിച്ചു കൊടുക്കും. എന്തായാലും വിശ്വസിച്ചു ആ പറ്റിക്കാൻ വേണ്ടിട്ട് മോനെ നമുക്ക് നമ്മള് ഇത് എത്ര പയ്യ നടന്നിട്ടാന്ന് പറയാ, എത്ര സമയം എടുത്തിട്ട് ഇതൊന്ന് കിട്ടിയെന്നറിയാ. ഇത് കണ്ട് തിളക്കണ്ട ഓള് തൊടണ്ടേത് എടാ അതൊന്നും ചെയ്യില്ല. അത് നമ്മളെ ഞാൻ തൊട്ട് കാണിച്ചു തരാം. പേടിയേ ഇല്ലാത്ത ആളാണ്. അപ്പോ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ യേശു. ഞാൻ ആദ്യം മുൻകൂർ ജാമ്യം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നീ കാണാണ്ടെന്നെ ഇതില് ഞങ്ങക്ക് യാതൊരു പങ്കുമില്ല. ഇത് എല്ലാ ബർത്ത്ഡേക്ക് എല്ലാവർക്കും ആനിവേഴ്സറിക്കെല്ലാം പ്രാങ്ക് കൊടുക്കുന്നത് എന്തെങ്കിലും വാങ്ങിത്തരാൻ ചാൻസ് ഇല്ല. അതിനെന്തോ എന്ത് മാരണാണോ വരാൻ പോകുന്നത് ആലോചിച്ച് നിൽക്കുന്നുണ്ട് ഇവിടെ. പേടിച്ചിരുന്നില്ല. ഏത് ഞാൻ നോക്കി എന്റെ മുഖത്തേക്ക് ഇത് സത്യം ശരിക്കും ഇതെടുന്ന് കിട്ടി ജ്വല്ലറിന്റെ ഏത് ജ്വല്ലറി പോയി വാങ്ങിയിട്ടാണ്. അതിന് നമുക്ക് അങ്ങനത്തെ കാണുന്നില്ലല്ലോ. നമ്മള് ചോദിക്കൂ വലിയ മറ്റേ ഈടാ എടിനോ നമ്മൾ കയറിയ സ്ഥലം ജ്വല്ലറി നീ ഇല്ലെങ്കിലും കണ്ടുപിട്ടിയത് അല്ല MS കയറിയിട്ട് 2 പവന്റെ വള ഇടുന്ന ഒരു ഡബ്ബ. അതൊന്നും ആയിരിക്കൂല, ചീതുവിന്റെ വീട് പോലെ ആയിരിക്കും. ഇത് ഞാൻ പൊളിക്കുന്നില്ല. ഇതതിന് ഇങ്ങനെ പിടിച്ചു കൊടുക്ക. അയ്യോ ഹാപ്പി ബർത്ത്ഡേ. ഇത് സത്യമായിട്ടും ഗിഫ്റ്റാണ്. എല്ലാം പൊളിച്ചോ. ഇതിപ്പോ എന്തായാലും എല്ലാരും കാണിക്കാനല്ലാണ് ഇതെല്ലാം മേടിക്കുന്നത്. ഞാൻ തന്നെ ഇനി പൊളിച്ചു തരണം. ഇത് മേടിക്കണ്ട. തായിട്ട് ചാടിയേക്കല്ലേ മോനെ. വെച്ചോ ഇന്ന് പൊളിക്കോ. 10 മിനിറ്റ് വീഡിയോ ഉള്ളൂ. പേടിച്ചോണ്ട് ചെള്ളു ഇങ്ങനെ. ഞാൻ തന്നെ എടുത്തുതരാം. നീ എല്ലാം പേടിച്ചിട്ട് തുറക്കൂല. ഇത് നമുക്ക് ലൈറ്റ് അടിച്ച് കാണിച്ചു കൊടുക്കാം കേട്ടാ. ഇതിൽ എന്റെ സ്നേഹമുണ്ട്, ഇതിൽ ഞാനുണ്ട്. ഇത് എവിടെ നീ കുത്തുവത്? ഇതെവിടെയാ കുത്തുവാറ പോലെ കുത്താനുള്ള സാധനം ഇല്ലടാ. കുത്തിയിട്ട് അത് ഞാൻ കുത്തിയ മൊത്തം ഞാൻ എന്റെ ബർത്ത്ഡേ പോകും. ഇത് കുത്തലെങ്കിൽ നീ കുത്തുക. ഹാപ്പി ബർത്ത്ഡേ കത്തുവോ? ഇത് ഞാൻ കത്തൂലേ? ഹാപ്പി ബർത്ത്ഡേ. ഇത് ഇതിന് കത്തൂല. ഇത് ഈ ചാർജ് ആവുകയേ ഉള്ളൂ. അത് പാളി ഗൈസ്. അല്ല ഇത് ചാർജ് കേറുന്നല്ലേ. അതിന് ചാർജിലുണ്ട്. ഇത് പോയി തോന്നല്ലേ. ഇനി ചാർജ് ഇല്ലെന്നോ കേട്ടാ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നീയാണെ പിടിക്കണ്ടേ. ഇതിന്റെ മുകളിൽ വെച്ചത്. ഇത് വീണേ അടിയിലത്തെ വേറെ തന്നെയാണ്. ഇങ്ങനെ പിടിക്കണത്. പിടിക്കാ വീണു. സാധനം തിരിയുന്നില്ല. ആയില്ല. വായിക്കത് പുറത്താണ്. തെറ്റിച്ച് വായിക്കല്ലേ. ഐ ലവ് യു. അപ്പൊ നീ വിചാരിക്കും ഞാൻ ബർത്ത്ഡേ ശരിക്കും മറന്നതായിരിക്കും. ഒരിക്കലും അല്ല കേട്ടാ. ഡിസൈൻ ചെയ്യാൻ കൊടുത്തല്ലേ നമ്മള്. ഇത് ഈ സാധനം ആക്കാൻ വേണ്ടി അങ്ങനെ കാര്യമായിട്ട് ഞാൻ എന്റെ ബർത്ത്ഡേ അങ്ങനെ മറക്കാൻ പറ്റിയതാണോ നിന്റെ ബർത്ത്ഡേ? എന്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മയിൽ 1-2 ഡേറ്റുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മളെ കല്യാണം, ഒന്ന് നമ്മള് ബർത്ത്ഡേ. അപ്പൊ ഞാൻ ഒരിക്കലും മറക്കും എനിക്ക് തോന്നുന്നുണ്ടാ? വിചാരിക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ട് കേട്ടാ. അപ്പൊ ഇനിയും നല്ല വയസ്സായി. അല്ല ഇപ്പൊ നീ ഓർമ്മിക്കണോ. 10 വയസ്സ് പറയണോ? കണ്ണ് നനക്കാണ്ട് പറയാത്. പിന്നെ അപ്പൊ അങ്ങനെ കൂടിയിട്ട് എത്രാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു? 8ാമത്തെ. ഒരിക്കലും ആഘോഷിച്ചു അല്ലേ? അങ്ങനെയല്ല, ഒരുമിച്ചിട്ടല്ലേ. അപ്പൊ ഇനി നമുക്ക് ഇതേപോലെ ഒരു ആനിവേഴ്സറിയും കൂടി ഒരുമിച്ച് ആഘോഷിക്കണം എന്നുണ്ട്. അപ്പൊ നമുക്ക് സന്തോഷ ജന്മദിനം കുട്ടിക്ക്.
ആഘോഷങ്ങളോ ആരവങ്ങളോ ഇല്ല. കാരണം കുഞ്ഞു കുട്ടീൻ്റെ എല്ലാം നമുക്ക് ഭയങ്കര ആഘോഷമല്ല, തൊണ്ടിയായി. വയസ്സാന്ന് ഇടക്കിടക്ക് പറയാം സംഗീതട്ടെ. വയസ്സായില്ലേ? 2 വയസ്സ് മൂത്തതാണ്. അപ്പൊ ഞാൻ വയസ്സായ സംഗീതന്റെ വയസ്സാവൂലേ? ഞാൻ വയസ്സായ അത്ര ഇല്ലല്ലോ അല്ലേ? അതിനേക്കാളും 2 വയസ്സ് കൂടുതലാണ് എന്തായാലും. ഇവളെ സംബന്ധിച്ചിടത്തോളം നല്ല വയസ്സായി. ധൈര്യത്ത് പറയാ, പിള്ളേര് അന്യനകട്ടെ കുറച്ച് കൂടുതല്. ഇപ്പൊ എനക്ക് തന്നിട്ടില്ലാന്ന് പറഞ്ഞാൽ ടെൻഷൻ ആയിരിക്കും. അതൊന്നുമില്ല, ഉള്ളതെല്ലാം നുള്ളിപ്പൊറുക്കി വെച്ചിട്ടൊന്ന് മേടിച്ചു വെട്ടിയാണ്, മറന്നു പോയോണ്ട് മതി. ഇനിയിപ്പോ നീ എന്റെ കുറേ ആയാലും മാറ്റാണ്ട് വെച്ചിനി, അതിനി അപ്പോഴത്തേക്ക് ഒരിക്കൽ അനക്കൊന്ന് മാറ്റി തന്നൂടെ? നിങ്ങളെ ബർത്ത്ഡേക്ക് ഞാൻ മേടിച്ചു തരും പോരെ? അമ്മേടെ ബർത്ത്ഡേ അമ്മക്കിന്റെ അറിയും. നല്ല പുതിയ വളയാണ്. ഇനി അനുവാദം ഇല്ലാണ്ട് എടുക്കുന്ന എല്ലാരും കേട്ടിട്ട് അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ബലൂണ് എല്ലാം ഉണ്ട് കേട്ടോ പരിപാടി. എല്ലാം കൊളാക്കി. പക്ഷേങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല ഓൻ തുടങ്ങിയതും ആക്കിയതും. ഓനെല്ലാം കൂടി ഭ്രാന്ത് പിടിച്ച പോലെ തുടക്കത്തിൽ തന്നെ എല്ലാം പരിപാടി അങ്ങ് എന്ത് ചെയ്യാനാണ്. എൻ്റെ മാസ്റ്റർ പ്ലാനെല്ലാം പാളിപ്പോയി. അമ്മ അത് തിരിക്കാൻ വേണ്ട, ഇങ്ങനെ കറക്കാൻ വേണ്ട. ഓന് തിരിയൂലേ. Happy birthday to you. Happy birthday to you, Yesu. Happy Baba. നടന്നോ. Happy birthday. സായി രണ്ട് സൈഡിൽ നിന്ന് Happy birthday to you. എല്ലാ പ്രാവശ്യത്തും പോലെ അങ്ങനെ ഒരു നോർമൽ ബർത്ത്ഡേ സെലിബ്രേഷൻ അത് ശരിയില്ലല്ലോ. പ്രത്യേകിച്ച് ഞാനതിലുള്ള സമയത്ത് മറ്റേ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന ഒരു ചാനലിൻ്റെ ഇല്ലേ, അതുപോലെ പ്രിയമുള്ള നാട്ടുകാരെ, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം യേശുവിന് 1000 ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല ഇത് ഇന്റെ ദിവസമല്ലേ നമ്മളിതാ ഇന്ന് കുബേറിലെ ദിനമാണ്. ഇത് ജന്മദിനം കുട്ടിക്ക്, കുട്ടികൾ അമ്മച്ചിക്ക്, കുട്ടികളുടെ അമ്മക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. നീ എന്താ ചെയ്യുന്നത്? ഇത് നീ തന്നെ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ആദ്യം ഇതാ പിടിക്കേ, പിള്ളേർ പിടിക്കാം. അറിയില്ല, അങ്ങോട്ട് പോകുമ്പോ അവര് കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാണ്, പാനിന്ന് പറഞ്ഞ. അപ്പൊ അമ്മ ഓക്കെ ബംഗാളി ചേട്ടൻ വരെ വന്നിട്ട് ഇത് വിശ്വസിച്ചു പോയി. ഇതിലും വലിയ എന്നാ വേണ്ടേ? ഞാൻ അമ്മ കൊടുത്താ ബർത്ത്ഡേ ഗംഭീരാക്കി തന്ന എല്ലാവർക്കും എന്റെ നന്ദി. അതുപോലെ ആരെല്ലാം പറഞ്ഞു ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എല്ലാരും അറിയിച്ചിട്ടുണ്ട്. സന്തോഷം. മെസ്സേജ് അയച്ചാൽ ഞാനല്ലല്ലോ പറഞ്ഞു താങ്ക്സ് പറയണ്ടേ. താങ്ക്സ്. പിന്നെ കഴിഞ്ഞ പിന്നെ ഈ സർപ്രൈസ് ഇങ്ങനെ സർപ്രൈസ് ഞാൻ എന്തോ മോനെ ചെറിയൊരു ഗിഫ്റ്റ്. വീണ്ടും സമ്മാനം. പൊളിക്കുന്നുണ്ടാ പൊളിച്ചോ വേണ്ടപ്പാ, പൊളിക്കും വേണ്ട. എന്തെങ്കിലും ഉണ്ടാവില്ല ഏട്ടാ. ബർത്ത്ഡേ ഒപ്പരം കിട്ടിയത് കൊണ്ട് തന്നെ കേട്ടോ. ഈ വർഷത്തെ ലൈവ് ബർത്ത്ഡേക്ക് ഒപ്പരം അതന്നെ മറന്നു പോയി. ഓർമ്മിപ്പിച്ചു. പിന്നെ അതെല്ലാം ഞാൻ 2 ദിവസം മുന്നേ പറയുന്ന മറ്റൊന്നെ ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ ഓർക്കൂല. ഞാൻ ഉച്ചക്കേഷൻ സർപ്രൈസ് കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാത്ത പോലെ കളിച്ചു തരാം. പിന്നെ എല്ലാരോടും എന്നാ പിന്നെ വിഷസ് അയച്ചവർക്കും അയച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി അയക്കാൻ പോകുന്നവർക്കും നീ പറയണേ താങ്ക്സ്. എല്ലാവർക്കും താങ്ക്സ്. ഞാൻ 2 വേർഡ് പറഞ്ഞു. എന്നാ പിന്നെ എല്ലാവരും ബൈ.